എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ്. എന്താ ചോദിച്ചെന്ന് പറഞ്ഞു? എനിക്ക് തോന്നുന്നു ഞാൻ അതൊക്കെ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ ആകെ കൂടുതൽ കറക്റ്റ് പൈസ പോയി വാങ്ങുള്ളൂ. അപ്പൊ അത് ഓക്കെയാണ്. അത് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അറിയില്ല എങ്ങനെ. വാർത്തകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. അത് നമുക്ക് അറിയുമ്പോഴല്ല അതിന്റെ അത്തരം സ്റ്റാർസ് ഒക്കെ അത് വാങ്ങുമ്പോഴായിരിക്കും. അറിയില്ല, ഇനി അങ്ങനെ ആകുമ്പോൾ ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ പറയാം. ചോദിച്ച പ്രതിഫലം കിട്ടിയാലല്ലേ ഇതൊക്കെ പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ. ഇല്ലില്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, ആ അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ്. ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ടാണ് പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് എനിക്ക് തോന്നുന്നത് റഹ്മാൻകാട് ചോദിക്കേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്, പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടർ അല്ല അതിൽ ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചുകൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻകാടെ ഒരു അനുഗ്രഹം തോന്നുന്നത്. പിന്നെ ഇല്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുകൾ ഉണ്ടായിരുന്നോണ്ടും ചെയ്യാനറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ടും ചെയ്തില്ല. ഗണുവിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. പക്ഷേ കേണോ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല ഇത് എന്താ നടത്തുക. അപ്പോൾ ആലോചനകൾ നടക്കണ്ടാവുള്ളൂ. അപ്പോൾ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളെ. നമ്മൾ ജാടയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയും. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിലവിൽ. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ട എല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അതൊക്കെ പോയി പൊട്ടിച്ചായിരുന്നു. അല്ല, അത് എന്താന്ന് വെച്ചാൽ അത് 6 മാസത്തോളം ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്.
അലി ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായി ഞങ്ങളെ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ വന്നുകൊണ്ട് വേറെ വഴി ഉണ്ടായില്ല, അങ്ങനെയായിരുന്നു. ആ പറഞ്ഞവരെ വിളിക്ക്. നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ പറഞ്ഞു കണ്ടാ ഇല്ല ഇതിലങ്ങനെ ശരി ഒരു തവണ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടല്ലേ. അല്ല അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്ന അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് അങ്ങനെ തോന്നണം, അങ്ങനത്തെ ഷോട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് ഇത് സിനിമയാണല്ലോ, എല്ലാം ടച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട്. പല സിനിമകളും നിന്ന് പോകുന്നൊരു അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയത്, എന്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തു, എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കളക്ട് ചെയ്തത്, ആലപ്പുഴ ജില്ലയെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്ന് താങ്കൾ നിർമ്മാതാവും കൂടെ ആയതുകൊണ്ടാണ് അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റൈറ്റ്സുകൾ ഇത്ര എമൗണ്ട് തിയേറ്ററിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു നടനെ ബാധിക്കും. ആ നടന്റെ സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നത് ആ നടനെ ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറിനെ ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇത് മലയാള സിനിമ ഉണ്ടായിട്ടില്ല. അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസാവസാനമോ പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എൻ്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദർക്ക പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷൻ്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്.